RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാനുപേക്ഷ സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് 2025-26 സീസണിൽ ബാഴ്സലോണയുടെ സ്റ്റാർട്ടിങ് എന്താണ് ഇപ്പോൾ ബാഴ്സലോണയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. FC ബാഴ്സലോണയ്ക്ക് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ സീസണിൽ ഞെട്ടിക്കുന്ന ഒരു തിരിച്ചുവരവ് കംബാക്ക് നടത്തിയിട്ട് ഈ സാമ്പത്തിക പ്രതിസന്ധി പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് പ്ലെയേഴ്സിനെ സൈൻ ചെയ്യാനൊക്കെ പറ്റാതിരിക്കുന്ന ഒരു ബാഴ്സലോണയെ ഹാൻസി ഫ്ലിക്ക് എന്നൊരു കോച്ച് ജർമ്മനിയിൽ നിന്ന് വണ്ടി കയറി വരികയാണ്. അപ്പോൾ അതിന് കുറെ പേര് തോന്നിയിട്ടുണ്ടായിരുന്നു. അന്ന് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയ സമയത്ത് ഈ ചങ്ങായിനെ ഫ്ലൈറ്റിൽ കൊണ്ടുവരാനുള്ള പൈസ പോലും ബാഴ്സലോണ ഇല്ലെന്ന് പറഞ്ഞു. പക്ഷെ അതിനെല്ലാം ചുട്ട മറുപടി ആയിട്ട് ആ സീസണിൽ ഡൊമസ്റ്റിക് ട്രിപ്പിൾ നേടിയിട്ടാണ് ഹാൻസി ഫ്ലിക്ക് എന്ന ജർമ്മൻകാരൻ ബാഴ്സലോണയ്ക്ക് മുതൽക്കൂട്ടായി മാറിയത് ഒരു വർഷം. അപ്പോൾ സീസൺ തുടങ്ങാൻ വേണ്ടിയിട്ട് പ്രീ സീസൺ ഗെയിമുകളൊക്കെ ജപ്പാനിൽ പോയിട്ട് നല്ല രീതിക്കുള്ള മൂന്ന് കളി അവസാനിച്ചു. ഒരുപാട് ഗോൾ സ്കോറുകളൊക്കെ കൂട്ടി. അതിന് മുമ്പായിട്ട് റാഷ്ഫോർഡിനെയും റൂണിയെയും അതുപോലെ ഗ്രാസിയ ഗോൾ കീപ്പറായിട്ട് ഗ്രാസിയെയും സൈൻ ചെയ്ത് നല്ലൊരു സീസൺ തുടങ്ങാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് നെട്ടിക്കുന്ന ബാഴ്സലോണ ഫാൻസ് എല്ലാം നെട്ടിക്കുന്ന ഒരു ന്യൂസ് വരുന്നത്. ഇനിഗോ മാർട്ടിനസ്, ബാഴ്സയുടെ സെന്റർ ബാക്കായ ഇനിഗോ മാർട്ടിനസ് ചെങ്ങായി ബാഴ്സ വിട്ടു പോവുകയാണ്, അൽ നസറുമായിട്ട് കോൺട്രാക്ട് സൈൻ ചെയ്തു എന്ന ന്യൂസാണ്. വളരെ സങ്കടകരമായ കാര്യമാണ്. എന്താണ്, കഴിഞ്ഞ സീസണിൽ ബാഴ്സലോണ ഡൊമസ്റ്റിക് ട്രിപ്പിൾ അടിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചു. അതേപോലെ ഹാൻസി ഫ്ലിക്കിന്റെ ഓഫ്ലൈൻ ട്രാപ്പ്, അതിൽ ഈ ചങ്ങായുടെ ഒരു ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ മാർട്ടിനസും അതേപോലെ കുബാസിയും ചേർന്നുള്ള ഒരു ഇതുണ്ടല്ലോ, അത് ഒന്നും പറയാനില്ല. ആ ഒരു ഓഫ്ലൈൻ ട്രാപ്പിൽ ഒരുപാട് ടീമുകൾ കുടുങ്ങിപ്പോയതാണ്. എന്താ പറഞ്ഞാൽ മൈന്യൂട്ട് ഇഞ്ചസിന്റെ വ്യത്യാസത്തിലേക്കാണ് ഓഫ്ലൈൻ ട്രാപ്പിൽ അവർ കുടിക്കേണ്ടത്. അവർ അത്രയും ഒരു നല്ലൊരു കോംബോ ആയിരുന്നു കുബാർസിയും അതേപോലെ മാർട്ടിനസും. അപ്പോൾ മാർട്ടിനസിന്റെ ബിട്ടപ്പ് ഇനി സെന്റർ ബാക്ക്മാരായിട്ട് അറോഹോ ഉണ്ട്, ഗ്രാസിയ ഉണ്ട്, അതേപോലെ മാർട്ടിനസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് പേരുണ്ട്, കുബാർസി എല്ലാം ഉണ്ട്. പക്ഷെ എന്നാലും ഇവർ രണ്ടാളും കഴിഞ്ഞ സീസണിൽ കാഴ്ചവെച്ചൊരു പെർഫോമൻസ് ഉണ്ടല്ലോ, ചാമ്പ്യൻസ് ലീഗിന്റെ സെമി ഫൈനലിൽ വരെ എത്താനും അതേപോലെ തന്നെ ലീഗ് നേടുക, അതേപോലെ കോപ്പ ഡെൽ റേയിൽ, അതേപോലെ സൂപ്പർ എസ്പാനിയോൾ, ഇതെല്ലാം നേടാൻ വേണ്ടിയിട്ടും ബാഴ്സയ്ക്ക് ഗോൾ അടിച്ച് കൂട്ടുവാനും അതേപോലെ ഡിഫൻസിൽ ഒരുപാട് പോരായ്മകളുണ്ട്. പക്ഷെ പോരായ്മകളെല്ലാം ഈ ഓഫ്ലൈൻ ട്രാപ്പിലൂടെ മറികടന്ന് 2 സീസൺ കൊണ്ട് തന്നെ ബാഴ്സയുടെ ആരാധകരുടെ ഹൃദയം കവർന്ന ഒരു പ്ലെയർ ആയിരുന്നു മാർട്ടിനസും. അപ്പോൾ മാർട്ടിനസിന്റെ വിട്ട ചൊല്ലുന്നതോട് കൂടിയിട്ട് ശരിക്കും ബാഴ്സയ്ക്ക് ഇനി അടുത്ത സീസണിൽ ഒരു തലവേദന തന്നെയാണ്. ഒട്ടും പ്രതീക്ഷിക്കാതെ കുണ്ടയുടെയും നമ്മുടെ ക്രിസ്ത്യൻസിന്റെ ഒക്കെ പരിക്ക് കാരണമായിരുന്നു. ക്രിസ്ത്യൻസിന്റെ നീണ്ടകാല പരിക്കും അതേപോലെ അറോഹ കുണ്ടയല്ല അറോഹയുടെ പരിക്ക് കാരണമാണ് സെക്കൻഡ് ചോയ്സ് ആയിട്ടാണ് ടീമിലേക്ക് വന്ന് അത്ലറ്റിക്കോ ബിൽബാവിൽ നിന്ന് വന്ന് ഇവിടെ വന്ന് കളിച്ച് ആ ഒരു 2 സീസണിലെ ഒറ്റ സീസൺ കൊണ്ട് തന്നെ ബാഴ്സ ആരാധകരുടെ ഹൃദയം കവർന്ന. അത് കാരണം തന്നെ ആ ന്യൂസ് കേട്ടപ്പോൾ മെസ്സിക്ക് ശേഷം ഒരു വിടവാങ്ങൽ ഇങ്ങനെ ബാഴ്സലോണയിൽ നിന്ന് എല്ലാവർക്കും അത്രയും എന്താ പറയുക അത്രയും ഇമ്പാക്ട് ഒരു സീസൺ കൊണ്ട് ഉണ്ടാക്കിയ ഒരു ക്യാപ്റ്റൻ ബാൻഡ് കെട്ടാനുള്ള ഒരു പൊട്ടൻഷ്യൽ ഈ സീസണിൽ 2025-26 സീസണിൽ സ്റ്റേഗൻ ക്യാപ്റ്റൻ ബാൻഡ് അഴിക്കുകയാണ്. സ്റ്റേഗന് നീണ്ടകാല സർജറി കാര്യങ്ങളൊക്കെ ആയിട്ട് നീണ്ടകാലമായിട്ട് ഇനിയിപ്പോൾ ഒരു 6 മാസമൊക്കെ പുറത്തിരിക്കേണ്ടി വരും. ആ സമയത്ത് ക്യാപ്റ്റനായിട്ട് പരിഗണനയിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു പ്ലെയറാണ് ഇനിഗോ മാർട്ടിനസ്. അപ്പൊ അതിന്റെ വരവ് പോക്ക് ഒരു പ്രശ്നം തന്നെയാണ്. അതേപോലെ പുതിയ പ്ലെയറിനെ സൈൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷനായിട്ടാണ് ഇങ്ങനെ പോകുന്നത്. 14 മില്യന്റെ ക്ലോസ് ആ ഒരു സാലറി ക്യാപ്പിൽ ബാഴ്സയ്ക്ക് ഇളവ് വരുന്നുണ്ട്. അതുകൊണ്ട് പുതിയ ഗോൾ കീപ്പറിനെ നമുക്ക് സൈൻ ചെയ്യാൻ പറ്റും. അതേപോലെ പുതിയ സൈൻ ചെയ്യാനല്ല രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അതേപോലെ പുതിയ സൈനികൾ ഉണ്ടാവുകയാണെങ്കിൽ കൂടെ ഇപ്പൊ അറ്റ്ലറ്റിക്കോ മഡ്രിഡിന്റെ 20-കാരനായ അർജന്റീനക്കാരൻ സെന്റർ ബാക്കിന് സൈൻ ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. പക്ഷെ എന്തിനാ മാർട്ടിനസിന്റെ പിടവ് അത് തന്നെയാണ് ഒരു പ്രശ്നം തന്നെയാണ്. അതേപോലെ സ്റ്റേഗൻ ആണെങ്കിൽ ടീം വിട്ടു പോകുന്നില്ല, ഇവിടെ ഇങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കുകയാണ്. അതേപോലെ ഇപ്പോഴും ആ ഒരു കോൺട്രാക്ട് മെഡിക്കൽ ഇതിൽ ആവുകയാണെങ്കിൽ നമുക്ക് ആ സമയം കൊണ്ട് ഒരു 6 മാസ കാലഘട്ടത്തേക്ക് ഒരു പുതിയ പ്ലെയർ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അത് പറ്റാത്തൊരവസ്ഥയിലാണ് സ്റ്റേഗന്റെ ക്ലബുമായിട്ടുള്ളത്. വളരെ മോശമായ ഇതിലാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ ഗാവിയും ഫെർമീൻ ഇവർ രണ്ടുപേരും തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളും ഒക്കെ റൂമേഴ്സ് ആയിട്ട് വരുന്നുണ്ട്. അതിന്റെ സത്യാവസ്ഥ നമുക്ക് എന്താണെന്ന് അറിയില്ല. അപ്പൊ അതൊക്കെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഹാൻസി ഫ്ലിക്കിന് ശരിക്കും ഒരു തലവേദന. അതിന്റെ ഇടയിൽ യമാല് കുറെ സോഷ്യൽ പാർട്ടികൾ ബർത്ത്ഡേ പാർട്ടി സെലിബ്രേഷൻ ഒക്കെ ഉണ്ടായതുകൊണ്ട് ഹാൻസി ഫ്ലിക്ക് ഇനി ഇങ്ങനെയുള്ള പാർട്ടികളും കാര്യങ്ങളൊന്നും ബാഴ്സ ക്യാമ്പിൽ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒരു പ്രശ്നമാണ്. എന്നിരുന്നാലും ബാഴ്സയുടെ പുതിയ സ്റ്റാർട്ടിംഗ് 11 എങ്ങനെയായിരിക്കും നമുക്കൊന്ന് നോക്കിയാലോ. എന്തായാലും എന്റെ അഭിപ്രായത്തിൽ പഴയ ഒരു സ്റ്റാർട്ടിംഗ് 11 വലിയ മാറ്റങ്ങൾ ഉണ്ടാവില്ല, ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും. റാഷ്ഫോർഡ് പുതിയതായിട്ട് വന്നിട്ടുണ്ട്, അത് റൂണി വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഗോൾ കീപ്പറായിട്ട് ഫസ്റ്റ് ഗോൾ കീപ്പറായിട്ട് ഗ്രാസിയോ തന്നെ ആയിരിക്കും. നമുക്ക് ഡിഫൻഡിൽ നോക്കുകയാണെങ്കിൽ സെൻട്രൽ ഡിഫൻഡർമാരായിട്ട് കുബാർസി ഉണ്ടാവും. കുബാർസിയുടെ കൂടെ ക്രിസ്ത്യൻസൻ ആണോ അറോഹോ ആണോ അത് കണ്ടറിയണം. അതേപോലെ ലെഫ്റ്റ് വിങ്ങിലും റൈറ്റ് വിങ്ങിലുമായിട്ട് കുണ്ടയും ബാൽഡയും ഉണ്ടാവും. മിഡ്ഫീൽഡിലായിട്ട്
നമ്മുടെ ഇപ്പോഴത്തെ ഒരു മിഡ്ഫീൽഡ് നോക്കുകയാണെങ്കിൽ പെഡ്രയും ഡിജോണും എന്തായാലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത അവിഭാജ്യ ഘടകമാണ് ബാഴ്സലോണയ്ക്ക്. അപ്പോൾ നമുക്ക് അടുത്ത ഒരു മിഡ്ഫീൽഡ് ഉണ്ട്. അപ്പോൾ മിഡ്ഫീൽഡ് ഓപ്ഷൻ വരുന്ന സമയത്ത് കഴിഞ്ഞ സീസണിലെ ഫെർമീനും ഓൾമോയും ഗാവിയൊക്കെ മാറി മാറി കളിച്ചിട്ടുണ്ട്. പക്ഷെ ഈ സീസണിൽ ചിലപ്പോൾ ഫ്ലിക്കിന്റെ തന്ത്രം ചിലപ്പോൾ മാറിയിരിക്കാൻ എന്താണെന്ന് പറഞ്ഞാൽ റാഷ്ഫോർഡ് സ്റ്റാർട്ടിംഗ് ലെവൽ ഉണ്ടാവും. അത് ചിലപ്പോൾ സ്റ്റാർട്ടിംഗ് ലെവൽ ഉണ്ടാവില്ല, ഒരു 5-6 മത്സരങ്ങൾക്ക് ശേഷമായിരിക്കും റാഷ്ഫോർഡിനെ ഉൾപ്പെടുത്തിയിട്ടുള്ള ലെവൽ ഉണ്ടാവുക. റാഷ്ഫോർഡ് ലെഫ്റ്റ് വിങ്ങിലായിരിക്കും, റഫീനിയ കളിച്ചിരുന്ന ആ സൈഡിലായിരിക്കും. അപ്പൊ റഫീനിയ നമ്പർ 9 പൊസിഷനിലായിട്ട് കളിക്കാനൊരു ചാൻസ് ഉണ്ട്. 10 ആ ഒരു റോളിൽ കളിക്കാൻ ചാൻസ് ഉണ്ട്. അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോളിൽ കളിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ചങ്ങായി അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് റോളിൽ കളിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് സ്ട്രൈക്കറായിട്ട് ലെവൻഡോസ്കിക്ക്, എനിക്ക് തോന്നുന്നു ലെവൻഡോസ്കി സബ്സ്റ്റിറ്റ്യൂട്ട് റോളിലായിരിക്കും വരിക. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഫെറാൻ ടോറസിനായിരിക്കും കുറച്ചുകൂടെ ഹാൻസി ഫ്ലിക്ക് എന്ന് പറഞ്ഞാൽ ഈ ഫ്യൂച്ചറിലേക്ക് ആളൊരു സ്ട്രൈക്കറായിട്ട് സക്സസ് ആവുന്നത്. കഴിഞ്ഞ സീസണിൽ അത്യാവശ്യം നല്ല ഫോമിലായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആൾ ആ ഫോം തുടരുകയാണെങ്കിൽ ലെവൻഡോസ്കി ബാക്കപ്പ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് റോളിലായിരിക്കും ഉണ്ടാവുക. പിന്നെ ലെഫ്റ്റും റൈറ്റിലും ഒരു സൈഡ് യമാലാണെങ്കിൽ ഒരു സൈഡ് റാഷ്ഫോർഡ് ആയിരിക്കും. ഇതായിരിക്കും ഫ്യൂച്ചറിൽ എന്തായാലും ബാഴ്സയുടെ 2025 സീസണിൽ ഈ ഒരു സ്റ്റാർട്ടിംഗ് ലെവലപ്പ് ആയിരിക്കും. തീർച്ചയായിട്ടും എൻ്റെ ഒരു കൺസെപ്റ്റ് കാണും. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതിൽ ആരൊക്കെ പ്ലേയേഴ്സാണ് മാറ്റം വരുത്തേണ്ടത് അതെന്തായാലും നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇതായിരിക്കും ഒരു അറ്റാക്കിംഗ് സൈഡിൽ നോക്കുകയാണെങ്കിൽ. ഈ ഒരു വിങ്ങിൽ നോക്കുകയാണെങ്കിൽ, ലെഫ്റ്റ് വിങ്ങിൽ നോക്കുകയാണെങ്കിൽ ബാൽഡയും റഫീനയും നമ്മുടെ റാഷ്ഫോർഡും, അതേപോലെ ഈ സൈഡ് നോക്കുകയാണെങ്കിൽ ഡിജോണും ഉണ്ടാവും, കുണ്ടേ ഉണ്ടാവും, അതേപോലെ ലെമീനമാലും കുണ്ടയും അതേപോലെ ലെമീനമാലും റഫീനായിട്ടുള്ള കോംബോ ഒക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ സീസണിൽ. നമ്മളെ ട്രിപ്പിള് ഡൊമസ്റ്റിക് ട്രിപ്പിൾ അടിച്ച് നെട്ടിച്ചാണ്. അതിൽ ഒരുപാട് സുന്ദരമായ കംബാക്കുകളൊക്കെ നടത്തുന്ന ബാഴ്സലോണ. ആദ്യം ബാഴ്സലോണയ്ക്ക് എതിരെ ഗോൾ അടിക്കുന്നവർ സൂക്ഷിക്കണം എന്ന് വരെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഞാനടക്കത്തിന്റെ വീഡിയോ ഉണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ബാഴ്സലോണ 1-2 ഗോൾ വാങ്ങിച്ച് തോറ്റെന്ന് കരുതരുത്. അവര് 90 മിനിറ്റ് കഴിഞ്ഞുള്ള അതിന് ഡബിൾ തിരിച്ചടിച്ചിട്ട് മടങ്ങുള്ളൂ. അതേപോലെ ഒരു സീസൺ തന്നെയായിരിക്കും ഇനി വരാൻ കാത്തിരിക്കുന്നത്, നമുക്ക് കാത്തിരുന്ന് കാണാം. അതേപോലെ സ്റ്റേഗന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി കഴിഞ്ഞാലാണ് ഇനി ഫ്യൂച്ചറിലേക്ക് ഇനി സൈനിങ് കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ സാലറി ക്യാപ്പിന് ഇപ്പോഴും പ്രശ്നങ്ങളാണ്. അപ്പൊ അതേപോലെ ഒരുപാട് കടബാധ്യതകൾ ഇപ്പോഴും ബാഴ്സ ബോർഡ് നേരിട്ടുകൊണ്ടിരിക്കുന്ന ന്യൂസുകൾ വരുന്നുണ്ട്. സത്യാവസ്ഥ നമുക്കത് ഫുള്ളായിട്ട് അറിഞ്ഞാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഇതൊക്കെയാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ന്യൂസ്. ഇനിയിപ്പോ നാളെ നടക്കാൻ പോകുന്ന ഗാംബർ ട്രോഫി അത് സ്റ്റാർട്ടിംഗ് ആണ്. അതിനുശേഷം 16-ാം തീയതിയാണ് ബാഴ്സയുടെ ആദ്യ മത്സരങ്ങൾ. ആദ്യത്തെ 3 മത്സരങ്ങൾ അത്ര ടഫ് ഒന്നല്ലെന്നും പറയാം, പക്ഷെ പറയാൻ പറ്റില്ല. കുഞ്ഞൻ ടീമുകൾ ബാഴ്സയ്ക്കെതിരെ പണി വന്നിട്ടുണ്ട്. കഴിഞ്ഞ സീസണിലും വമ്പന്മാരായിട്ടാണ് ബാഴ്സ നല്ല കോമ്പനി. അതേപോലെ ബാഴ്സയുടെ പ്രസിഡന്റ് ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ടായിരുന്നു, ഈ സീസണിൽ എവിടെയെങ്കിലും വെച്ച്, എങ്ങനെ പറഞ്ഞാൽ എവിടെയെങ്കിലും വെച്ച് പറഞ്ഞാൽ വഴിയരികിലില്ല, എവിടെയെങ്കിലും വെച്ചെന്ന് പറഞ്ഞാൽ ചാമ്പ്യൻസ് ലീഗ് ഏതെങ്കിലും റൗണ്ടുകളിൽ PSG എത്തണം. അപ്പോഴാണ് ഞങ്ങളിൽ 2 പേരിൽ ആരാണ് മികച്ചെന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനുള്ള അവസരം വരട്ടെ എന്ന് ബാഴ്സലോണ ആരാധകർ കാത്തിരിക്കുന്നുണ്ട്. എന്നാൽ PSG ബാഴ്സലോണയും പോയി കഴിഞ്ഞാൽ അത്രയും സാധ്യതയുള്ള ആകെ ഒരു പ്രശ്നമുള്ളത് പറഞ്ഞാൽ ബാഴ്സലോണ ഡിഫൻഡ് കുറച്ച് വീക്കാണ് PSG-യെക്കാളും. ബാക്കി എടുത്തു പോയി കഴിഞ്ഞാൽ ഗോൾ കീപ്പർ വൈസും മിഡ്ഫീൽഡർ വൈസും അറ്റാക്കിംഗ് വൈസും എല്ലാത്തിനും ഒരേ ശൈലിയിൽ കളിക്കുന്ന 2 ടീമുകളാണ്. ബോൾ കിട്ടാ പിന്നെ അറ്റാക്കിങ്, ആരാ ഗോൾ അടിക്കാന്നൊന്നും പറയാൻ പറ്റില്ല 2 ടീമിലും. അങ്ങനെ ഉള്ളൊരു 2 ടീമുകളാണ്. കഴിഞ്ഞ സീസണിൽ എന്റെ ഭയങ്കര ആഗ്രഹമുള്ളൊരു ഇതായിരുന്നു ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ ബാഴ്സലോണ വിസസ് PSG. ആര് ജയിച്ചോട്ടെ, പക്ഷെ അത് വരണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അത് നടക്കാൻ പറ്റില്ല. സെമി ഫൈനലിൽ ഇന്റർ മിലാനായിട്ട് അവസാന 3 മിനിറ്റുകളിൽ അട്ടിപ്പതറി ബാഴ്സലോണ അടിയുറവയ്ക്കായിരുന്നു. അത് ബാഴ്സ ആരാധകർ ഇപ്പോഴും മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മാച്ച് ആയിരിക്കും. അത്രയും സുന്ദരമായിട്ട് ഫുട്ബോൾ കളിച്ച കഴിഞ്ഞ സീസണിൽ എല്ലാവരെയും അത്രയും ബാഴ്സ ആരാധകർക്ക് ഒരു എന്താ പറയാ ഒരു തിരിച്ചുവരവ് അത് കൊടുത്ത ഒരു സീസണാണ്. ഹാൻസി ഫ്ലിക്കിന് അതിനൊരു 1000 നന്ദി പറയണം. അതേപോലെ ഓരോ പ്ലേയേഴ്സിനും അതിൽ എടുത്തു പറയേണ്ട പ്ലേയേഴ്സ് ഒന്നുമല്ല, ബാഴ്സ ടീം മൊത്തം, ബാൽഡെ ആയിക്കോട്ടെ, കുണ്ടെ ആയിക്കോട്ടെ, യമാൽ, റഫീനിയ, ലെവൻഡോസ്കിയൊക്കെ ഈ പ്രായത്തിൽ കഴിഞ്ഞ സീസണിൽ അടിച്ചു കൂട്ടിയ ഗോളുകളാണ്. ചെറിയ പരിക്കല്ലെങ്കിലും ഗോൾഡൻ ബൂട്ടും എംബാപ്പയിൽ നിന്നും തെറ്റെടുത്തിട്ടുണ്ടാവും. ഒരു 6-7-8 ഗെയിം ആള് കുറവായിരുന്നു, എന്നിട്ട് വരെ എംബാപ്പയുടെ അടുത്തെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും ബാഴ്സലോണയ്ക്ക് പുതിയൊരു സീസൺ ആശംസിച്ചു കൊള്ളുന്നു. ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് അടുത്തുള്ള ബെലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഞങ്ങളുടെ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ എത്തിച്ചിട്ടുണ്ടായിരിക്കും.